ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ നിങ്ങളൊരു കൺസൾട്ടൻറ്റ് പോയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റിയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഫ്രീ സോണിലാണോ, മെയിൻലാൻഡിലാണോ, ഏത് ഫ്രീ സോണിലാണ്, ഏത് എമിറേറ്റ്സാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. ഞാൻ പറയാൻ പോകുന്നത് പാർട്ട്ണർ വിസയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ട്ണർ വിസ എടുക്കുമ്പോൾ എക്സ്പെൻസ് കുറവായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു ഫാമിലിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പാർട്ട്ണർ വിസയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിപ്പെൻഡൻറ്റിനും 3000 ദിർഹംസ് നമ്മൾ റീഫണ്ടബിൾ ഡിപ്പോസിറ്റ് ആയിട്ട് ഏത് എമിഗ്രേഷനാണ് വിസ എടുക്കുന്നത് ആ ഒരു എമിറേറ്റ്സിലെ എമിഗ്രേഷനിൽ അത് ഡിപ്പോസിറ്റ് ആയിട്ട് വെക്കണം. അത് സ്വാഭാവികം 3-4 മെമ്പറുള്ള ഫാമിലിയാണ് ഈ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആൾ ഫാമിലിനെ കൊണ്ടുവരുന്നതെങ്കിൽ ആൾമോസ്റ്റ് 12,000 ദിർഹം ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾ എംപ്ലോയ്മെന്റ് വിസ വേണോ, ഇൻവെസ്റ്റർ വിസ വേണോ എന്നുള്ളത് ആദ്യം തന്നെ കൺസൾട്ടന്റുമായി സംസാരിച്ച് തീരുമാനിച്ച ശേഷമാണ് നിങ്ങൾ ഏത് വിസയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത്.